ഉത്രാടപ്പാച്ചിലിൽ പരക്കം പാഞ്ഞ് മലയാളികൾ. അവസാനഘട്ട ഒരുക്കത്തിൽ ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഓണം പൊടിപൊടിക്കാൻ മലയാളികൾ റെഡിയായി. അതേസമയം ഇടവിട്ടുള്ള മഴയും സാധനങ്ങളുടെ വില വർധനവും പാച്ചിലിന്റെ വേഗതയെ ബാധിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഓണം അത്തം 11 ആണെങ്കിലും അവസാന നിമിഷം ഓടി നടന്ന് സാധനം വാങ്ങിക്കുന്നത് മലയാളിയുടെ ഒരു പതിവാണ്. ആ പതിവിന് ഇത്തവണയും മാറ്റമില്ല. ഓണക്കോടി മുതൽ പൂക്കൾ വരെ മലയാളി ഉത്രാടപ്പാച്ചിലിൽ ഓടി നടന്നു വാങ്ങി. ഇതിനിടെ പച്ചക്കറിക്കും പൂവിനുമെല്ലാം തീ വിലയായതിൽ പരിഭവപ്പെടുന്നവരുമുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിയോ? തീർത്തോണ്ടിരിക്കുക, പൂ വാങ്ങിച്ചോണ്ടിരിക്കുക. വിലയുണ്ടോ? അങ്ങനെ വിലയുണ്ട്. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞായിരുന്നു. കുട്ടിയുണ്ട്, അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അതൊക്കെ ഇട്ട് വെച്ച്. ഓണം എങ്ങനെയുണ്ട്? ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോണു. ഇപ്പൊ ഓണത്തിന്റെ നാളത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അടുപ്പിച്ചോണ്ടിരിക്കും. അതിനിടെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കച്ചവടത്തിന് വെല്ലുവിളിയുമാകുന്നു. തറക്കേരള നല്ല കച്ചവടമുണ്ട്, കുഴപ്പമില്ല. ഇന്നലെ വൈകുന്നേരം മഴയായിരുന്നു. ആ മഴേനെ അപേക്ഷിച്ച് ഇന്ന് എല്ലാവരും, ഒരു മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ജനങ്ങളെല്ലാവരും കയറി വന്നേക്കുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ല, തറക്കേരളാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ല എങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്ക് അത്ര ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരുവിധം ഓടി പോകുന്നുണ്ട്. മഴ ഒരു പ്രശ്നമാണോ? മഴ പ്രശ്നമാണ്. ഇന്നലെ വേണമെങ്കിൽ നല്ല മഴയായിരുന്നല്ലോ, അതുകൊണ്ട് ഒരുവിധം കച്ചവടം ഡള്ളായിട്ടാണ് പോകുന്നത്. നല്ല കച്ചവടം. ഉത്രാടപ്പാച്ചിലൊക്കെ നന്നായിട്ട് പോകുന്നു. ഇല്ല, രാവിലെ മാത്രമേ ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ മഴയൊന്നും പെയ്തില്ല. എന്തായാലും വലിയ ഓട്ടപ്പാച്ചിലുകളും ബഹളവുമെല്ലാം കഴിഞ്ഞ മലയാളി തിരുവോണം ഒരുക്കാൻ അടിപൊളിയായി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും കൈരളിയുടെയും സ്നേഹവും നന്മയും നിറഞ്ഞ തിരുവോണാശംസകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.